ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുകളുള്ളവരൊന്നും മാറ്റി നിർത്തപ്പെട്ടവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കൊക്കെ ഇഷ്ടംപോലെ സിനിമകളും ഉണ്ട്. അല്ലെങ്കിൽ ഈവൻ എല്ലാവരും വളരെ എന്താ പറയുക, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഇപ്പോൾ ലഹരിയുടെ വിഷയം വന്നപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളെ ഈ ഞങ്ങളുടെ സെറ്റിലേക്ക്, ഞങ്ങളുടെ പ്രൊഡക്ഷനിലേക്ക് പരിഗണിക്കില്ല, അങ്ങനത്തെ ആർട്ടിസ്റ്റിനെ ഞങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും നിലപാടുകൾ എടുത്തിട്ടുണ്ട്? തൽക്കാലം ഒരു നിലപാട് എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഉടനെ ഒരു സിനിമ പുതിയത് ചെയ്യുന്നതിനെ പറ്റി ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ആലോചിച്ചിട്ടില്ല. കഥ കേൾക്കുന്നില്ലേ പാസ് ഓഫ് നാ, നമ്മുടെ ഒരു പടോടെ ഇറങ്ങാനുണ്ട്. അത് വരുമ്പോൾ നോക്കിയപ്പോൾ ഒരു ആരെ കാസ്റ്റ് ചെയ്യണം. ഇപ്പം ലഹരി എന്നതിനെ പറ്റിയൊന്നും എനിക്കിപ്പം പ്രത്യേകിച്ചൊന്നും, അതൊക്കെ നോക്കേണ്ടവരൊക്കെ നോക്കുന്നുണ്ടല്ലോ ഇല്ലേ. ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ അത് സിനിമയിൽ മാത്രമല്ലല്ലോ ഉള്ളത്. ഈ ഒരു കാര്യത്തിൽ സിനിമാ മേഖലയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഇല്ല, അങ്ങനെയൊന്നും ഈ കാര്യത്തിൽ എന്താ പറയുക, കുറച്ചും കൂടിയൊക്കെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഓവറോൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമാണ്. എനിക്കൊന്ന് പുതുതലമുറ ചെറിയ കുട്ടികളും ഒക്കെ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഈ സെലിബ്രിറ്റീസൊക്കെ നല്ല ബോധമുള്ള എന്താ പറയുക 80 ഇയേഴ്സ് കഴിഞ്ഞ അഡൽട്ട്സ് തന്നെയല്ലേ. അവർ ബോധത്തോടു കൂടിയൊക്കെ തന്നെയല്ലേ എടുക്കുന്നത്. പിന്നെ കുറച്ചൊരു അഡിക്ഷനൊക്കെ ആയി അതിൽ നിന്ന് മാറാൻ പറ്റാതെ ഒക്കെ ആയിരിക്കും അത് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യുക, അവരെ ആ ഒരു രീതിയിൽ പരിഗണിക്കുക എന്നുള്ള, അല്ലാതെ ഇതാരും ബോധമില്ലാതെ ആരും ബലം പിടിച്ച് അവരെ കൊണ്ട് എന്നാൽ നീ കഴിക്കുന്ന ആരും കൊണ്ട കൊടുക്കുന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ സുബോധത്തോടു കൂടി തന്നെയാണ് അത് എടുക്കുന്നത്. അതെടുത്തതിന് ശേഷം അതിലേക്ക് അഡിക്റ്റഡ് ആവുന്നതുമാണ്. താരങ്ങളുടെ ഇത്ര അറസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ന്യൂസ് ചാനൽസ് കൂടുതൽ ആഘോഷമാക്കുന്ന പോലെ തീർച്ചയായിട്ടും സിനിമ മേഖലയിലുള്ളവരുടെ എന്ത് മാറ്റവും ആഘോഷമാക്കുമല്ലോ. തീർച്ചയായിട്ടും ലഹരി എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ സോഷ്യലി വളരെ ഒട്ടും പാടില്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജാണ്, അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജാണല്ലോ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എസ്പെഷ്യലി സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ വളരെ എന്താ പറയുക, കുറച്ചും കൂടി നമ്മൾ സമൂഹത്തിന് നല്ല മെസ്സേജസ് ആണ് കൊടുക്കേണ്ടത്. കൂടുതലായിട്ട് ഇവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവരെ മാറ്റി നിർത്തുന്ന പോലെയാണ് പലരും പറയുന്നത്. പല സംവിധായകരെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ സെറ്റിലേക്ക് അടുപ്പിക്കില്ല, ഇവരെ മാറ്റി നിർത്തുകയാണ്. ഇതൊരു എന്ന് പറഞ്ഞാൽ അവരൊരു അവസ്ഥയാണ്. അവർക്ക് സ്വയമേ മാറാൻ പറ്റാത്തത് കൊണ്ടാവാം. അങ്ങനെ ഈ പറഞ്ഞ സോക്കോൾഡ് ഇപ്പം ലഹരിയായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുകളുള്ളവരൊന്നും മാറ്റി നിർത്തപ്പെട്ടവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കൊക്കെ ഇഷ്ടംപോലെ സിനിമകളും ഉണ്ട്. അല്ലെങ്കിൽ ഈവൻ എല്ലാവരും വളരെ എന്താ പറയുക, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. മാറ്റി നിർത്തിയതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് മാറ്റി നിർത്തുമോ എന്നുള്ളത് കണ്ടറിയാത്ര. അല്ല, അതെനിക്ക് തോന്നുന്നു ഇപ്പം ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെ തെരഞ്ഞതും ഇറങ്ങുന്നതും ഒക്കെ ആയതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ വളരെ സ്മാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി, മലയാളത്തിൽ മാത്രമേ ഇതുള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലോകത്ത് മൊത്തം ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അത് വേണ്ടെന്നവർ എടുക്കുന്നുണ്ടാവും. അല്ലാതെ ഇതാരും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതായിരിക്കില്ല. ഇപ്പം മദ്യം കഴിക്കുന്നവർ, ഇപ്പം ഗവൺമെന്റ് നമ്മൾ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് മദ്യം പുകവലിയൊക്കെ ഒരു തെറ്റാണെന്ന് ആരെങ്കിലും എടുത്ത് കഴിക്കുന്നുണ്ടോ? ഗവൺമെന്റ് തന്നെ ഔട്ട്ലെറ്റ്സുകളില്ലേ മദ്യത്തിന്റെ. അപ്പം അതുപോലൊക്കെ തന്നെ ഡ്രഗ്സ് ഇപ്പം എടുക്കരുത്. അത് ഇതിനേക്കാൾ വലിയൊരു കുറ്റകൃത്യമാണ്, കേസാവുന്ന സാധനമാണ്. മദ്യത്തെ പോലല്ല. എന്നിട്ടും ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അഡൽട്ട്സ് ആയിട്ടുള്ള വളരെ ബുദ്ധിയുള്ളവരല്ലേ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? അല്ല, ഈടായിട്ട് ചർച്ച ചെയ്യുന്നത് വേടന്റെ വിഷയത്തിലാണ്. വേടനെ പലരും സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് വന്നിട്ടുണ്ടായിരുന്നു. മാമിന്റെ നിലപാട് എന്താണ് വേടന്റെ? ആക്ച്വലി ഈ വേടന്റെ സംഭവം ഞാൻ അറിഞ്ഞത് ഇന്നാണ്. ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാൻ ദുബായിൽ നിന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പം അതിനെപ്പറ്റി വലിയ ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വായിച്ചില്ല, അറിഞ്ഞിട്ടില്ല. മറ്റേ ഷൈൻ്റെ കേസും ഒക്കെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ത്രൂ ന്യൂസിൽ കൂടി. വേടൻ്റെ കേസ് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അറിയാതെ അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ എന്താണ് സംഭവിച്ചത് ഇതൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സാധനം മാത്രമേ എനിക്ക് അറിയുള്ളൂ. സോ അതിനെപ്പറ്റി എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല. ഉണ്ട്. അത് നല്ലൊരു വളരെ നല്ലൊരു ചിന്തയാണ് അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും അത് മാതൃകയായിട്ട് നമ്മുടെയൊക്കെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന് അത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ അത് വളരെ ഇമ്പ്രൂവ് ആയി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. വളരെ നല്ലൊരു ആക്ടറാണ്. സിനിമയിൽ വീണ്ടും അദ്ദേഹത്തെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.